യുവാൻ ഹരാരി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ഇനി AI വന്നാൽ ലോകം എന്താകും എന്നൊരു പ്രവചനമുണ്ട്. ഇതുവരെ മനുഷ്യൻ്റെ ബൗദ്ധികമായ ശേഷിക്കപ്പുറത്തേക്ക് മത്സരിച്ച് AI ജയിക്കുമോ, മനുഷ്യൻ അതിജീവിക്കുമോ എന്ന ചർച്ചകൾക്കിടയിലാണ് യുവാൽ ഹരാരിയുടെ ഈ പ്രധാനമായ പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത്. പവൻ ഗോൾഡ് തിരൂർ. പക്ഷെ ആ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ടെക്നോളജി വളരാം, മനുഷ്യൻ്റെ ശേഷി ഈ ലോകത്തിനും അപ്പുറത്തേക്ക്, നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിക്കും അപ്പുറത്തേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബില്യണയറുണ്ട് ലോകത്ത്. നമ്മൾ പ്രത്യേകിച്ച് പുതിയ തലമുറ ആരാധനയോടെ കാണുന്ന ഒരു ബില്യണയറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ പേര് അല്ലേ? ആരാണ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്? പറ അതല്ലേ എലൻ മോസ്ക്. എലൻ മോസ്കിൻ്റെ ഏറ്റവും വലിയ കമ്പനി ഏതാണ്? ഉറക്കെ പറ, ഒരു എഴുന്നേറ്റെന്ന് പറ. യെസ്, യു ആർ കറക്റ്റ്. ടെസ്ല. യെസ്, ടെസ്ലയാണ് എലൻ മോസ്കിൻ്റെ ഏറ്റവും വലിയ കമ്പനി. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി. ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? AI മുഖേന ഓടിക്കാൻ കഴിയുന്ന കാറ് വരുന്നു. ലോകത്ത് തൊഴിൽ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തൊഴിലില്ലാതെയാക്കുന്നില്ല. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ബഹുമാന്യനായ നന്ദകുമാർ MLA ഞാൻ ചെറിയൊരു വിയോജിപ്പ് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകത്ത് മുഴുവനും സംവിധാനങ്ങൾ മാറുകയല്ല, അത് മിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇത് ലോകത്ത് പണ്ടും സംഭവിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ വരുമ്പോൾ ആളുകൾ പറഞ്ഞത് കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ പോകുമെന്നായിരുന്നു, അല്ലേ? കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ പോയില്ല. നമ്മളൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചു, അപ്പം നമ്മളൊക്കെ കമ്പ്യൂട്ടറിൽ തൊഴിലെടുക്കാൻ തുടങ്ങി, അല്ലേ? ലോകത്ത് കാറ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് ലണ്ടൻ നഗരമാണ്. ലണ്ടൻ നഗരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അത് രാജാക്കന്മാരുടെയും പ്രൗഢിയുടെയും നഗരമായിരുന്നു. ആ നഗരത്തിൽ നിറയെ ഉണ്ടായിരുന്നത് കുതിരവണ്ടികളായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് രാജാക്കന്മാരും രാജ്ഞിമാരും സഞ്ചരിച്ചത്, അവിടുത്തെ വലിയ പ്രഭുക്കന്മാർ സഞ്ചരിച്ചത് ഈ കുതിരവണ്ടിയിലായിരുന്നു. അതുകൊണ്ടൊരു മൂട്ട പോലെയുള്ള ഒരു കാറ് വന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പറ്റൂല, ഇത് ഞങ്ങളുടെ പ്രതാപത്തിന് ചേർന്നതല്ല. അവർ പറഞ്ഞു, ലണ്ടൻ നഗരത്തിൽ നിന്ന് കുതിരവണ്ടികൾ അപ്രത്യക്ഷമാവുകയോ. പക്ഷേ കുതിരവണ്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാറുകൾ റീപ്ലേസ് ചെയ്തു, കുതിരവണ്ടികൾ മാറി. ഇത് ലോകത്തിൻ്റെ യാത്രയുടെ ഒരു മുഖമാണ്. ഇന്ന് AI വരുമ്പോൾ കുട്ടികൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യപ്പെടില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധിയോളം ശക്തമായ മറ്റൊന്നും ലോകത്ത് റീപ്ലേസ് ചെയ്യപ്പെടാനില്ല എന്ന തിരിച്ചറിവാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പിന്നെയും ഡോമിനേറ്റഡ് ആവാൻ പോവുകയാണ്. വി വിൽ ബിക്കം ദി ഡോമിനേറ്റഡ് വൺ. നമ്മൾ ഈ ലോകത്തിൻ്റെ ഡോമിനേഷൻ കൂടും. ഒരുപക്ഷേ ഇന്ന് പൊന്നാനിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആണോ? പല കുട്ടികളുടെയും സ്വപ്നം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി ജോലിയാണ്. ഇനി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തിലേക്കും അല്ല അവർ പോവുക. ഇപ്പം ഇവർ പറഞ്ഞ എലൻ മസ്ക് എന്ന് പറയുന്ന ഈ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ബില്യണയർ ആയിട്ടുള്ള ആൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് റീയൂസബിൾ റോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. നമ്മൾ സാധാരണ കാണാറുള്ള റോക്കറ്റുകളുണ്ട്, ISRO വിക്ഷേപിക്കുന്ന റോക്കറ്റ് ഇങ്ങനെ പോകും. റോക്കറ്റ് പോയിട്ട് അതിൻ്റെ പര്യവേഷണം കഴിഞ്ഞ് അത് കടലിലേക്ക് പതിക്കും. ഇതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്നാൽ നാസ എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം ഒരു വലിയ പഠനം നടത്തിയ എലൻ മസ്കിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് അണിനിരന്നു. അവർ കൊണ്ടുവന്ന കാര്യം എന്തായിരുന്നുവെന്നാ, ഈ റീയൂസബിൾ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പോയ റോക്കറ്റ് തിരിച്ചു വരുമോ? അത് കടലിലേക്ക് വീഴുന്നതിന് പകരം വിക്ഷേപിച്ച സ്ഥലത്തേക്ക് തിരിച്ചു വരുമോ? അങ്ങനെ വന്നാൽ നമുക്ക് മനുഷ്യർക്ക് റോക്കറ്റിൽ പോയി അവിടെയൊക്കെ കണ്ടിട്ട് ചുറ്റി വരാൻ കഴിയുമോ? അതായിരുന്നു അന്വേഷണം. ആ അന്വേഷണം വിജയിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് എലൻ മസ്ക് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്
അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ഭൂമിയിൽ മരിക്കൂല എന്നാണ്. ഞാൻ എവിടെയാണ് മരിക്കുക? ചൊവ്വയിലാണ് മരിക്കുക. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു, ഈ ഭൂമി വിട്ടു പോകാൻ മനുഷ്യന് കഴിയും. A warm welcome to all of you to a vibrant community of learners. It's our IET Higher Secondary School, a place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest through diverse activities, innovative learning methods, value-based education, special training in co-curricular activities, and much more. We provide the key to unlock your potential.